ഒരിടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരരുടെ ആക്രമണമുണ്ടായത്. അതായത് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തി ലോകത്തിന് മുന്നിൽ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നു. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വന്ന് സഞ്ചാരം നടത്താൻ പറ്റുന്ന ഒരു പ്രദേശമല്ല, മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച മേഖലയാണ് എന്നുള്ളൊരു സന്ദേശം നൽകുകയാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരണിയിലാണ് ഈ ആക്രമണം നടന്നത്. 40ഓളം പേർ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് 5-6 ഭീകരർ കടന്നു വന്നിട്ട് തുടർച്ചയായിട്ട് 100 റൗണ്ടോളം വെടിവെക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയപ്പോൾ തന്നെ പലരെയും പിടിച്ചു നിർത്തി അവരുടെ പേരെന്താണ്, നാട് എവിടെയാണ്, അല്ലെ നിങ്ങൾ ഏത് സംസ്കാരത്തിൽ വിശ്വസിക്കുന്നത് ഇതൊന്നും ചോദിച്ചില്ല. പകരം നിങ്ങളുടെ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ടാണ് ഇവരെ വെടിവെച്ചത്. എന്ന് വെച്ചാൽ മതം ചോദിച്ച ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഭീകരത അവിടെ നിലനിൽക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താം. അപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലനം ലഭിച്ച 6 ഭീകരരാണ് ഇതിന് പിന്നിലെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഭീകരർ ഈ ആക്രമണം നടത്താൻ കൃത്യമായ സമയം, കൃത്യമായ സാഹചര്യമൊക്കെ തിരഞ്ഞെടുത്തിരുന്നു. കാരണം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസ് ഇന്ത്യയിൽ സന്ദർശനം നടത്തി. അപ്പോൾ ലോക രാജ്യങ്ങളുടെയൊക്കെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി അറേബ്യയിലെത്തുന്ന ഏറ്റവും വിശിഷ്ടരായ അതിഥികൾക്ക് മാത്രം നൽകുന്ന തരത്തിലുള്ള ഈ പറയുന്ന ആകാശമധ്യേ ഫൈറ്റർ ജെറ്റുകളൊക്കെ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന അകമ്പടി യാത്രയുണ്ട്. ഇത്തരത്തിലുള്ള യാത്രയൊക്കെ നൽകി മോദിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ജിദ്ദ വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണം മറ്റ് ലോക നേതാക്കൾക്ക് കിട്ടാത്തതാണ്. അപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടെ തങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു മേഖല ഇപ്പോഴും അശാന്തിയുടെ വിളനിലമാണെന്ന് വരുത്തി തീർക്കാൻ കുറച്ച് ആളുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും പാകിസ്ഥാൻ പരിശീലനം നൽകുന്ന ലഷ്കർ ഇ തോയ്ബയായിരിക്കും ഇതിന് പിന്നിലെന്നും ഏതാണ്ട് വിവരം കൃത്യമാണ്. എന്നാൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി ആദ്യത്തെ സ്ഥിരീകരണം അല്ലെങ്കിൽ പ്രതികരണം നടത്തിയിരിക്കുന്നു. തങ്ങൾക്ക് ഈ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ല. ഇത്തരത്തിൽ കാശ്മീരിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ആണെന്നുള്ള രീതിയിലുള്ള പ്രചരണം തെറ്റാണെന്ന് പറയുന്നു. ഇതൊന്നും നമ്മൾ വിശ്വസിക്കില്ല. കാരണം ഇന്ത്യൻ ഭടന്മാർ, ഇന്ത്യൻ സൈന്യം അവിടെയൊക്കെ കൃത്യമായി പരിശോധന നടത്തുകയും കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുകയും അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിക്കുകയും ചെയ്തു. ഇനി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിച്ചേർന്ന് ചർച്ചകൾ നടത്തിയതിനു ശേഷം ഔദ്യോഗികമായി കാര്യങ്ങൾ വിവരിക്കും. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം നടത്തിയ ഈ ആക്രമണം, അതിൽ മതം ചോദിച്ച ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറയുന്നത് ഭീകരത തന്നെയാണ്. ചില ആളുകൾ ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കുട്ടിയും കൂടെ നിൽക്കുന്ന സമയത്ത് ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് അയാളുടെ പേര് ചോദിക്കുകയാണ്. അയാളുടെ പേര് ചോദിച്ചിട്ട് അയാളെ വെടിവെച്ച് കൊല്ലുന്നു. കർണാടക സ്വദേശിയാണ് മഞ്ജുനാഥ്. അപ്പോൾ ഇയാളുടെ ഭാര്യയായ പല്ലവി പറയുന്നു, എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ജീവിക്കേണ്ട, എന്നെയും കൂടെ കൊന്നുകളയൂ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഈ ഭീകരിൽ ഒരാൾ തന്നെ പറയുന്നു, നീ പോയി ഇക്കാര്യം മോദിയോട് പറയും, എന്നിട്ട് നീ ജീവിച്ചിരിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായി ഹിന്ദു നാമധാരികളായ ആളുകളെ മാത്രം നോക്കി പിടിച്ച് കൊലപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അറ്റാക്ക് എന്ന് പറയാം. നമ്മളൊരു കുറച്ച് ദിവസം പിന്നിലേക്ക് പോകണം. അവിടെ ഈ പാകിസ്ഥാൻ ആർമിയുടെ മേധാവിയായ സൈനിക തലവനായ ആസിം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ഞരമ്പാണ്. നമ്മൾ എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചെടുത്തത്? മുഹമ്മദ് അലി ജിന്ന 1940 മുതൽ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഏതാണ്ട് 47 ആയപ്പോൾ പ്രത്യേകം ഒരു രാജ്യം കിട്ടിയത്. അപ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ആചാരം, പാരമ്പര്യം, സംസ്കാരം, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ അങ്ങനെ കൊണ്ടു നടക്കുന്നവരാണ് പാകിസ്ഥാനികളെന്നും ആ ഒരു വികാരം പുതിയ തലമുറകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്നുമാണ് ഒരു കൂട്ടം ആളുകളോട് ഈ പറയുന്ന സൈന്യാധിപൻ പറഞ്ഞത്. ഈ ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന പാകിസ്ഥാൻ വംശജരാണ്. അപ്പം പാകിസ്ഥാൻ വംശജർ അവരുടെ കുട്ടികളെ പാകിസ്ഥാൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നില്ല, അവരോടുള്ള ദേശസ്നേഹം വളർത്താനായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല എന്നത് വെച്ചിട്ടാണ് അസിം മുനീർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അസിം മുനീർ പറയുന്നു, ഇനിയും കാശ്മീരിന് വേണ്ടി നമ്മൾ നിലകൊള്ളും, അവിടെ പോരാടിയ ആളുകളെക്കുറിച്ച്, അവിടെ ജീവൻ ബലിയർപ്പിച്ച ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ സ്മരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഹിന്ദുക്കളുടെ സംസ്കാരം വേറെ, ഹിന്ദുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ മാറണമെന്ന് ആഗ്രഹിച്ചു. മുസ്ലിങ്ങൾക്ക് മാത്രമായ ഒരു രാജ്യം വേണമെന്ന് നമ്മൾ അന്നു മുതൽ വാശി പിടിച്ചതുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായത്. ഈ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ 2, 3, 4 തലമുറകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടണം, അവർ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ് അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. നിലവിൽ പാകിസ്ഥാനിൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനം കൊണ്ട് ബലൂജ് എന്ന് പറയുന്ന മേഖല വിഘടിച്ച് നിൽക്കാൻ പോകുന്നു. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ ആർമിക്കെതിരെ നിലകൊണ്ടിട്ട് ഇന്ത്യക്കൊപ്പം ചേരാനുള്ള നിലപാട് സ്വീകരിക്കും. ഇതൊക്കെ കൂട്ടി വരുമ്പോൾ അവിടെ എപ്പോഴും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ
ആഭ്യന്തര പ്രശ്നങ്ങൾ കടുത്തു വന്നാൽ അതിനെ അതിജീവിക്കാൻ അവർ ചെയ്യുന്നൊരു മാർഗം ഇന്ത്യൻ മേഖലയിൽ, പ്രത്യേകിച്ച് കശ്മീർ മേഖലയിലേക്ക് എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നടത്തുക. 2014 മുമ്പായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഫോടനം ഉണ്ടാകുമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ അവസാനിച്ചു. കശ്മീർ ഒരു ശാന്തതയുടെ താഴ്വരയായി മാറി. എന്തിന്? ഇത്തവണ തെരഞ്ഞെടുപ്പൊക്കെ നടന്നതിന് ശേഷം ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു മാറ്റി അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കി. പക്ഷേ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയപ്പോൾ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു ഇനി അത് കലാപഭൂമിയാകാൻ പോകുന്നു, അവിടുത്തെ ജനങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്നതുമായി കണക്ട് ചെയ്യുമ്പോൾ JD വാൻസിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇന്ത്യക്ക് കിട്ടിയ ഒരു പ്രാമുഖ്യം, അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതൊക്കെ ലോകത്തിന് മുന്നിൽ ചർച്ചയായി. സൗദിയിലേക്ക് ചെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണമാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഭരണകൂടം ഏർപ്പെടുത്തിയത്. അത് കണ്ട് കണ്ണു മഞ്ഞളിച്ച ആളുകൾ, എന്ന് പറഞ്ഞാൽ മുസ്ലിം മതരാഷ്ട്രമായ സൗദി അറേബ്യ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇത്രയ്ക്ക് വലിയ സ്വീകരണം നൽകി ആനയിക്കുന്നു. ആ സമയത്ത് തന്നെ അതിക്രമം നടത്തണം, അറ്റാക്ക് നടത്തണമെന്ന് കൃത്യമായിട്ട് പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധപ്പെട്ട 6 ഭീകരർ വന്ന് യാതൊന്നും പറയാതെ, അവരും അത് ഈ പറയുന്ന പട്ടാളക്കാരുടെ യൂണിഫോം ഒക്കെ ധരിച്ചു വന്ന് വെടിവെക്കുകയാണ്. പല ആളുകളുടെ അടുത്തും പേര് ചോദിച്ച് വെടിവെക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചില ആളുകളോട് നീ പോയി മോദിയോട് പറയൂ, നീ ജീവിച്ചിരിക്കൂ. അപ്പോൾ പുരുഷന്മാരെ മാത്രം ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഒരു മേഖലയല്ലെന്ന് ലോകത്തിന് കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കുക കൂടിയാണ് ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. നമുക്കറിയില്ല, സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഏതാണ്ട് അതിന് സമാനമായി പൈൻ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മേഖലയാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ഈ പറയുന്ന ബൈസരൺ. അപ്പോൾ ഈ ബൈസരണിലേക്ക് ഇനി ടൂറിസ്റ്റുകൾ എത്തണ്ട. അവിടെ മഞ്ഞുപാളികൾ നിറഞ്ഞു നിൽക്കുന്ന മേഖല, പൈൻ മരങ്ങളാൽ മനോഹരമായ പ്രദേശം, ഇവിടേക്കൊന്നും ആരും എത്തി നോക്കണ്ട എന്ന് കൃത്യമായി പറയുന്നു. മാത്രമല്ല, ഈ അറ്റാക്ക് ഉണ്ടാക്കിയപ്പോൾ സഹായിക്കാനായി ചെന്നത് പ്രദേശവാസികളായ ജമ്മു കാശ്മീരികളാണ്. അപ്പോൾ പ്രദേശവാസികളായ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള അതിക്രമത്തിനോട്, അറ്റാക്കിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ തകർക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അവരുടെ ഉപജീവനം പോലും നഷ്ടമാകും. നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് ഈ പട്ടാള വാഹനങ്ങൾക്ക് നേരെ വിദ്യാർത്ഥികൾ കല്ലെറിയുന്നു, ചെറുപ്പക്കാരായ ആളുകൾ ആക്രമണം നടത്തുന്നു, പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം കല്ലെറിയാനായിട്ട് ഓടിയെത്തുന്നു. എന്നാൽ ഇവരെയൊക്കെ തന്നെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നു. അവിടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് ജോലി സാധ്യത കൂട്ടുന്നു. അതുപോലെ തന്നെ നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ടായി ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ്, സ്വിറ്റ്സർലൻഡ് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വരാം എന്നൊക്കെയുള്ള മെസ്സേജ് കൊടുക്കുന്നു. ആ മെസ്സേജ് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ കൃത്യമായി ലഷ്കർ-ഇ-തോയ്ബ ഉപയോഗിച്ച് പാകിസ്ഥാൻ ശ്രമം നടത്തുന്നു. ഇതിന് നൽകുന്ന മറുപടി ഏത് രീതിയിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സൗദി അറേബ്യയിലെ വിസിറ്റ് വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയുന്നു, ഇത് ചെയ്തവരെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മാത്രമല്ല, കൃത്യമായി ശക്തമായ നടപടി ഉണ്ടാകും, ഒരാളെ പോലും വെറുതെ വിടില്ല. അതുപോലെ തന്നെ ഈ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമാണെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ത്യക്കാർ എല്ലാം ഒന്നിച്ചു നിൽക്കുന്നു ഈ ഭീകരാക്രമണത്തിനെതിരെ. ഇപ്പോഴും ഇത്തരത്തിൽ ആക്രമണം നടത്തി കാശ്മീർ അശാന്തിയുടെ താഴ്വരയാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ആരാണ് ശ്രമിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട്. അത് പാകിസ്ഥാൻ തന്നെയാണ്. അപ്പം ഈ നുഴഞ്ഞു കയറിയ ഭീകരർ 6 പേരോ, ഇത് ഇപ്പം നുഴഞ്ഞു കയറിയതാണോ? ഏതാണ്ട് 1 മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് പേർ നുഴഞ്ഞു കയറിയതായി ഇൻ്റലിജൻസ് വിവരം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറച്ച് പേരെയൊക്കെ പിടികൂടുകയും ചിലരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അവശേഷിച്ച ആളുകളാണോ എന്നറിയില്ല. എന്തായാലും ഇവർക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തണമെങ്കിൽ പ്രാദേശികമായ സഹായം ലഭിച്ചിരിക്കണം. ഈ പ്രാദേശിക സഹായം നൽകിയ ആളുകളെ കണ്ടെത്തും. നിലവിൽ അവിടുത്തെ ജമ്മു കാശ്മീരികളായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള അക്രമങ്ങളോട് താല്പര്യമില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളെ സ്വീകരിക്കുകയും നിരവധി പേർക്ക് ജോലിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവസരവും ഒക്കെ നൽകിയതുകൊണ്ട് അവർ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ലഷ്കർ-ഇ-തോയ്ബ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന മത ചിന്തകൾ ഇപ്പോഴും തലയ്ക്കുള്ളിൽ നിറച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പേർ, അവരെയാണ് ഈ ഭീകരർ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെയാണ് ഒരു പ്രകോപനവുമില്ലാതെ ഈ വെടിവെയ്പ്പ് നടത്തിയത്. ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടു എന്നായിരുന്നു വാർത്ത വന്നത്. ഇപ്പോൾ അത് 27-28 പേരുടെ മരണം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇപ്പോഴും ഈ പറയുന്ന മത തീവ്രവാദം നടക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളായിട്ട് കളഞ്ഞു കുളിച്ചു എന്നുള്ള
അവകാശവാദം ഭീകരർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിദേശ സഞ്ചാരികൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും ഇതിൽ ഉൾപ്പെട്ടു എന്നത് തന്നെ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ചെറിയതല്ലാത്ത ഒരു നാണക്കേട് വരുത്തി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാകാം ഭീകരർ ലക്ഷ്യമിട്ടത്. എന്തായാലും കടുത്ത രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. ഇന്ത്യൻ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർ, വിദേശകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സഹകരണം, ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഒരു കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താനായിട്ട് ചില ഭീകരർ നടത്തിയ പ്രകടനത്തിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ഇന്ത്യ കൃത്യമായ മറുപടി ശക്തമായ ഭാഷയിൽ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.